സെപ്റ്റംബർ 2, 2020. അന്ന് കൊറോണ കാലമായതിനാൽ ജനങ്ങൾ വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. കുട്ടികൾ മുതൽ യുവാക്കളെ വരെ അന്ന് ഒരുപോലെ ത്രസിപ്പിച്ച ഗെയിമായ പബ്ജി ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ബാൻ ചെയ്യുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പബ്ജി അടക്കം 118 മൊബൈൽ ആപ്പുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. കേന്ദ്ര IT മന്ത്രാലയമാണ് ആപ്പുകൾ നിരോധിച്ചിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, കൂടുതൽ കർശന നടപടിയിലേക്ക് നീങ്ങുന്നു. എങ്ങനെയൊക്കെയാണ് വിശദാംശങ്ങൾ? അന്ന് ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നൊരു വാർത്തയായിരുന്നു അത്. ഗെയിം ബാൻ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത് രാജ്യാന്തര സുരക്ഷ. 2, കുട്ടികൾ ഗെയിമിൽ അഡിക്റ്റ് ആവുകയും നിലവിട്ട് പൈസ ചെലവാക്കുകയും ചെയ്യുന്നു എന്നുള്ള കാരണം. 3, യുവാക്കൾക്കിടയിൽ ഗെയിം കാരണം വയലൻസ്, ക്രിമിനൽ കുറ്റങ്ങൾ എന്നിവ കൂടി എന്നുള്ളത്. ഇവിടെ ആദ്യത്തെ കാരണം നമുക്ക് മാറ്റി നിർത്താം. 2ഉം 3ഉം കാരണങ്ങൾ പറയുന്നത് പബ്ജി എന്ന ഗെയിം വളരെ വലിയ കുറ്റകൃത്യങ്ങൾ യുവാക്കളെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുകയും അത് അവരുടെ ജീവൻ ആപത്തുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്നാൽ പബ്ജിയേക്കാൾ അപകടകാരിയായ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഗെയിം ഇന്നും ഫ്രീ ആയി ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് നിങ്ങൾ വിചാരിക്കും പോലെ ബ്ലൂ വെയിൽ പോലുള്ള ഗെയിമല്ല. സാധാരണ രീതിയിലുള്ള ഒരു ആട്ടിൻ തോലിട്ട ചെന്നായയെപ്പോലെ നമ്മളെ കബളിപ്പിച്ച് മരണത്തിലെത്തിക്കുന്ന ഗെയിം. അതെ, ആ ഗെയിമാണ് A23 Rummy Circle, MPL Rummy, Jungly Rummy. ജംഗ്ലി റമ്മിയിൽ ടൂർണമെന്റ്സ് ട്രൈ ചെയ്യും. ഇവിടെ എൻട്രി ഫീസ് ഇത്രയേ ഉള്ളൂ, റിവാർഡ്സോ അത്രയും. പബ്ജി ബാനാകാനുള്ള പ്രധാന കാരണം ലീക്കേജ് ഓഫ് ഡാറ്റയാണ്. ഇത് രാജ്യാന്തര സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായിരുന്നു. പബ്ജി പ്ലേ സ്റ്റോറിൽ ഡെലിവർ ചെയ്തിരുന്നത് ക്രാഫ്റ്റോൺ അഥവാ ബ്ലൂ ഹോൾ എന്ന കമ്പനിയായിരുന്നു. സൗത്ത് കൊറിയയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി ചൈനയുടെ ടെൻസൻ ഗെയിംസുമായി ടൈപ്പിൽ ഏർപ്പെടുകയും തുടർന്ന് നമ്മളുടെ ഡാറ്റ ചോർത്തിയെടുക്കുകയുമായിരുന്നു. ലോകത്തിൽ തന്നെ പബ്ജി കളിക്കുന്നവരിൽ 24% ആളുകളും ഇന്ത്യക്കാരായിരുന്നു. അത്രയും ഡാറ്റ നമ്മളിലൂടെ അവർ നേടി. പബ്ജി എന്നല്ല, ഡാറ്റ ചോർത്തിയ ടിക്ടോക്ക്, UC ബ്രൗസർ പോലുള്ള 117 ആപ്പുകളും അന്ന് ബാൻ ചെയ്തിരുന്നു. പബ്ജി പിന്നീട് BGMI എന്ന പേരിൽ തിരിച്ചു വന്നെങ്കിലും പഴയ ആ തീയുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പറഞ്ഞു വരുന്നത് ഗെയിമുകളിലെ ഡേഞ്ചറിനെ കുറിച്ചാണ്. ശരിയാണ്, രാജ്യാന്തര സുരക്ഷയ്ക്കായിരുന്നെങ്കിൽ എന്തായാലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്യുക തന്നെ വേണം. എന്നാൽ മറ്റു 2 കാരണങ്ങൾ, അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള 2 കാരണങ്ങൾ ഇന്നും നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് റമ്മി പോലുള്ള ആപ്ലിക്കേഷൻസ് ഇന്നും നമ്മുടെ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ലഭ്യമാകുന്നു? റമ്മി എന്നത് പ്യുവർ ഗാംബ്ലിംഗ് ആണ്. ഇന്ത്യയിൽ പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് 1867 പ്രകാരം ഗാംബ്ലിംഗ് നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൽ ഓൺലൈൻ ഗെയിമിംഗ് ഗാംബ്ലിംഗ് മെൻഷൻ ചെയ്യാതിരിക്കുന്നത് മൂലമാണ് ഇന്നും ഇത്തരത്തിലുള്ള റമ്മി ബിസിനസ് നിലകൊള്ളുന്നത്. റമ്മി ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഒരു മാഫിയയായി മാറിയിരിക്കുകയാണ്. ഷാറൂഖ് ഖാൻ, ഋത്തിക് റോഷൻ പോലുള്ളവർ റമ്മി പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എത്രത്തോളം പണം ഇതിനു പിന്നിൽ ഒഴുകുന്നുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗാംബ്ലിംഗ് പോലെ തന്നെയാണ് റമ്മിയും. തുടക്കം ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മിതമായ തുക തന്ന് നമ്മളെ അവർ പ്രോത്സാഹിപ്പിക്കും. തുടർന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് ശരിക്കുള്ള പണം വെച്ച് കളിക്കാൻ ഓരോ പ്ലെയേഴ്സും നിർബന്ധിതരാകുന്നു. പണം കിട്ടാനുള്ള മോഹം കൊണ്ട് ആളുകൾ കയ്യിലുള്ള പൈസ വെച്ച് റമ്മി എന്ന ആഴക്കടലിലേക്ക് സ്വയം തെന്നി വീഴുന്നു. പണമാണ് എല്ലാത്തിനും പ്രധാനം. ശരിയാണല്ലേ? അതിനായുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെ. എന്നാൽ പണമെന്ന ലക്ഷ്യത്തിലേക്ക് എളുപ്പവഴി നോക്കിയവർ പകുതി വഴിയിൽ നിന്ന് ഇല്ലാതാകുന്നു. റമ്മി പോലുള്ള ആപ്പുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംഡ് ആണെന്ന് പോലും ഇപ്പോഴും ആളുകൾ ചിന്തിക്കുന്നില്ല. റമ്മിയിൽ നിങ്ങൾ 100 രൂപ വെച്ച് 200 രൂപ നേടി എന്ന് വിചാരിക്കുക. അതായത് 100% പ്രോഫിറ്റ്. പിന്നീട് ലഹരി എന്ന പോലെ ആ പൈസ വെച്ച് വീണ്ടും കളിക്കാൻ നിങ്ങൾ പ്രേരിതരാകും. അടുത്ത കളിയിൽ പകുതി തുക നിങ്ങൾക്ക് നഷ്ടമാകുകയും ചെയ്യും. ഞാനീ പറഞ്ഞ പോലെ ഒരു 100 പേർ കളിച്ചാൽ കമ്പനിയുടെ ലാഭം എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് കോടികളാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാംഡായ ഈ ആപ്പുകൾ ഒരിക്കലും നിങ്ങളെ ജയിച്ച് മുന്നേറാൻ സമ്മതിക്കില്ല. അതായത് ഫിസിക്കൽ ഗാംബ്ലിങ്ങിനേക്കാൾ എക്സ്ട്രീംലി ഡേഞ്ചറാണ് നമ്മൾ ഈ കാണുന്ന ഓൺലൈൻ റമ്മി ഗെയിമുകൾ. റമ്മി ഗെയിമുകൾ കാരണം മരിച്ചവർ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ തുടങ്ങി നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ എത്തി നിൽക്കുന്നു. ഇവരെല്ലാം ഭാഗ്യപരീക്ഷണം നടത്തി പകുതി വഴിയിൽ വീണവരാണ്.
അതായത് സ്വന്തമായുള്ള പണം വെച്ച് കളിച്ച് അത് നഷ്ടമായി പിന്നീട് ആ തുക തിരിച്ചു പിടിക്കാൻ ബ്ലേഡ് മാഫിയകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി വീണ്ടും കളിച്ച് പിന്നെയും കുഴിയിൽ ചാടുന്നു. പണം തിരികെ നൽകാതിരുന്നാൽ ബ്ലേഡ് മാഫിയകൾ എന്താ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. റമ്മി ഗെയിം കളിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ടവരുടെ പരസ്യം വെച്ചാണ് ഈ ആപ്ലിക്കേഷനുകൾ നമ്മളെ പറ്റിക്കുന്നത്. ഒരു സാധാരണക്കാരനെ ട്രാപ്പിൽ വീഴ്ത്താൻ ഇതിലും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. മുൻനിര നായകന്മാരെ പോലുള്ള കരിസ്മാറ്റിക് പേഴ്സണാലിറ്റീസ് ഇവരുടെ പരസ്യം ചെയ്യുമ്പോൾ ആളുകൾക്ക് ഈ ആപ്ലിക്കേഷനിലുള്ള വിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. ഈ നടന്മാർ അല്ലെങ്കിൽ നടിമാർ പണം വാങ്ങിയാണ് ഇത് ചെയ്യുന്നതെന്ന് പോലും ജനങ്ങൾ ചിന്തിക്കുന്നില്ല. പബ്ജി, ടിക്ടോക്ക് എന്നിങ്ങനെയുള്ള 117 ആപ്പുകൾ സർക്കാർ നിരോധിച്ചപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് ഒരു പ്രധാന ചോദ്യമാണ്. ഇത്രയും ആളുകളുടെ ജീവിതം തുലച്ച ഇത്തരത്തിലുള്ള ആപ്പുകൾ രാജ്യാന്തര സുരക്ഷയ്ക്ക് തന്നെ ഒരു ഭീഷണിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പണം തന്നെയാണ് പ്രധാനം, ശരിയാണ്. എന്നാൽ അത് നേരായ വഴിയിലൂടെ ഉണ്ടാക്കിയാലേ നിലനിൽക്കുകയുള്ളൂ. ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ടുള്ള ഇക്കാലത്ത് ചതിക്കുഴികൾ ഏറെയാണ്. അത്തരത്തിലുള്ള ഒരു ചതിക്കുഴി മാത്രമാണ് ഓൺലൈൻ റമ്മി ഗെയിം. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് ഈ വിഷയത്തോട് എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു എന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു.